6 മാസമോ 8 മാസമോ കൊണ്ടാണ് ഇവർ നമ്മുടെ ഇപ്പോഴത്തെ GPT-4 ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് ഓപ്പറേഷൻ. അപ്പോൾ GPUവിൻ്റെ CPU-വിൻ്റെ പർപ്പസ് തന്നെ ഉണ്ടെന്നില്ല, ട്രെയിൻ ചെയ്തൊരു ഡേറ്റ ഉണ്ട്, അത് ഹ്യൂജ് ഡേറ്റയാണ്. അത് ഈ ഒരു കമ്പനിയും പുറത്തു വിട്ടിട്ടില്ല. AI ടെക്നോളജികൾ വ്യാപകമാകുമ്പോഴത്തേക്കും ഏതൊക്കെ മേഖലകളിലാണ് ഇത് അഫക്റ്റ് ചെയ്യാമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഗൂഗിള് അല്ലെങ്കിൽ മെറ്റ ഇവർ തീർച്ചയായിട്ടും നമ്മുടെ പ്രൈവറ്റ് ഡേറ്റ ഉപയോഗിച്ചിട്ടുണ്ടാവണം. ഇത് പ്രോബബിലിസ്റ്റിക് റീസണിങ് ആണ് നടത്തുന്നത്. മണ്ടത്തരത്തിൻ്റെ പുറത്ത് മണ്ടത്തരങ്ങൾ ബിൽഡ് ചെയ്ത് വലിയൊരു മണ്ടത്തരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഒരു പേഷ്യൻ്റ് നിങ്ങളുടെ ഒരു ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ സിമിലർ സർക്കംസ്റ്റൻസസിൽ സിമിലർ ജീവിത രീതികളിൽ വന്ന ഏജ് ഗ്രൂപ്പിലോ ഉള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ ഇതിനു മുമ്പ് ഉണ്ടെങ്കിൽ അയാളെ ഇത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ വന്ന പേഷ്യൻറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തെന്ന് നമുക്ക് ഒരു കോറിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഒരേപോലെയുള്ള 100 മെഷീൻ ഉണ്ടാക്കി വെച്ചു, അപ്പോൾ ഇതെല്ലാം ഒരേ എക്സ്പീരിയൻസ് ഒരേ സാധനങ്ങളായിരിക്കും. അത് 100 മനുഷ്യരാണെങ്കിൽ 100 തരത്തിലുള്ള പെർസെപ്ഷനും 100 തരത്തിലുള്ള, അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പവർ തന്നെ അതാണ്. ഒരു ചിപ്പ് മാനുഫാക്ചർ ചെയ്ത് ഉണ്ടാക്കുന്ന റിപ്രൊഡക്ഷൻ അല്ല മനുഷ്യൻ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ. അത് ഒരു വേറെ തരമാണ്. അത് ഒരു അത്ര ബില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് എവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സാധനത്തിന് നമുക്ക് ഒരു ദിവസം റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിനുകളും ചാറ്റ് ബോട്ടുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ അതിനെ നമുക്ക് സമ്മറൈസ് ചെയ്ത് ഇങ്ങനെ പറയാം. നമ്മൾ ലൈബ്രറിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഒരു പുസ്തകങ്ങൾ ലൈബ്രറി നമുക്ക് കാണിച്ചിട്ട് ഇന്ന ഷെൽഫിൽ ഇന്ന റാക്കിൽ ഇന്ന പുസ്തകമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു തരിക ചെയ്യുക. അപ്പോൾ അതായത് ഈ ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിൻ അതുപോലെ ഒരു സംവിധാനമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറേയധികം സൈറ്റ് വരും. ഇന്ന സ്ഥലത്ത് നോക്കി ഇന്ന സ്ഥലത്ത് നോക്കി ഇത് കിട്ടും എന്നുള്ള രീതിയിലാണ് വരിക. അതേസമയം AI ചാറ്റ് ബോട്ടുകൾ അങ്ങനെയല്ല. അത് കുറച്ചുകൂടി കൺസ്ട്രക്ട് ചെയ്തൊരു ഉത്തരവാണ് നിങ്ങൾക്ക് തരിക. ഇതിനു മുമ്പ് അത് കണ്ടിട്ടുള്ള, നിങ്ങൾ ചോദിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള കണ്ടിട്ടുള്ള സകലമാന വിവരങ്ങളും മനസ്സിൽ കമ്പ്യൂട്ടറിനകത്ത് ഡിസ്റ്റിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിളായ ഒരു ആൻസർ കൺസ്ട്രക്ട് ചെയ്ത് തരിക ചെയ്യുക. അതായത് നിങ്ങളുള്ള ഒരു വിവരമുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ അയാൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെയാണ്. അതായത് നിങ്ങളോട് സെർച്ച് എഞ്ചിനാണ് നിങ്ങൾ പല സ്ഥലത്തും പോയിട്ട് അത് നോക്കി ഇത് നോക്കി എന്ന് പറയുന്നതിന് പകരം ഇത് ഒരു ഉത്തരം കൺസ്ട്രക്ട് ചെയ്ത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു ഉത്തരം കൺസ്ട്രക്ട് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പം നിങ്ങളോടൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങളൊരു ഉത്തരം എഴുതില്ലേ, ആ രീതിയിലാണ് നിങ്ങൾക്ക് ഈ ചാറ്റ് ബോട്ടുകൾ ഉത്തരം തരുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഫണ്ടമെൻ്റലി അപ്രോച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്കൊരു ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയർ എക്സ്പീരിയൻസും റീസണിങ്ങും കൂടെ ഉണ്ടെങ്കിൽ ഈ ചാറ്റ് ബോട്ട് തരുന്ന പോലത്തെ ഉത്തരങ്ങൾ തരാൻ പറ്റുള്ളൂ. മറ്റേതാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവോടെ ഉണ്ട്, നിങ്ങൾക്ക് പോയി എടുക്കാം എന്നുള്ള ലൈനാണ്. അതിൽ നിന്നുള്ള ഒരു നോളജ് അസിമുലേഷൻ ഉണ്ടാകുന്നില്ല അതിനകത്ത്. അതാണ് എനിക്ക് അതിനകത്ത് ഒരു ബേസിക്കലി ലേമൻ ലാംഗ്വേജ് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ AI ടൂളുകളും ചാറ്റ് ബോട്ടുകളും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ആസ്പെക്റ്റിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അത് എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന ആസ്പെക്റ്റിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇത് നമ്മൾ ലൈബ്രറിയൻ ഇൻഡെക്സ് ചെയ്യണമെങ്കിൽ ലൈബ്രറിയൻ അതിനെക്കുറിച്ച് കൂടുതൽ ട്രെയിനിങ് ഒന്നും വേണ്ട. പുസ്തകത്തിൻ്റെ പേര് ഇന്ന സാധനം കാറ്റഗറി അത്രയും മാത്രം മതി. അത് ഇൻഡെക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അല്ലേ. ഒരു ഇൻഡെക്സ് കാർഡോ മറ്റോ ഉണ്ടാകും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ കാറ്റലോഗ് ചെയ്തിട്ടുണ്ടാവും. അതേസമയം നിങ്ങൾക്ക് ഒരു പ്രൊഫസറോട് ചോദിക്കണമെങ്കിൽ പ്രൊഫസർക്ക് വളരെ ലോങ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സുണ്ട്. അത് കടന്ന് അയാൾ റിസർച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തി അതിൻ്റെ ഡെപ്തിൽ പഠിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡെഫിനറ്റായിട്ടും ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ ലൈബ്രറിയൻ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ വിവരം മാത്രം മതി. ഇൻഡെക്സ് കാർഡും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ISBN കോഡും ഇന്ന കാറ്റഗറിയും പേര് വിളിച്ചാൽ യു ക്യാൻ ഇൻഡെക്സ് ഇറ്റ്. അതേസമയം അങ്ങനെയല്ല, ഒരു വിഷയത്തെക്കുറിച്ച് ഡെപ്തിൽ പഠിക്കണമെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങളൊരു 10-30 വർഷമെങ്കിലും ഒരു സ്റ്റഡി നടക്കുമ്പോഴാണ് നിങ്ങളൊരു റീസണബിളി ഗുഡ് ഒരു നോളജബിൾ പേഴ്സണായി മാറുന്നത്. അപ്പോൾ ഇതേ കാര്യം നിങ്ങൾ കമ്പ്യൂട്ടിങ്ങിൻ്റെയൊക്കെ ടേംസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡെക്സ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി യു നീഡ് കമ്പ്യൂട്ടിംഗ് പവർ, യു നീഡ് ലോട്ട്സ് ഓഫ് സ്റ്റോറേജ് ഡേറ്റാബേസ് ഒക്കെ വേണം. അതേസമയം ഇതിൻ്റെ ചാറ്റ് ബോട്ടുകളുടെയൊക്കെ ലേണിംഗ് പ്രോസസ്സിന് ഈ ആളെ ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കണമെങ്കിൽ ഹ്യൂജായിട്ട് കമ്പ്യൂട്ടിംഗ് പവർ വേണം, അതുപോലെ ഡേറ്റയും വേണം. മറ്റേ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻഡെക്സ് മാത്രം മതി. ഇന്ന സംഗതി ഇവിടെ ഉണ്ട് എന്നുള്ള സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു സജഷൻസ് തരാനാകും. പക്ഷേ അതിൽ നിന്ന് നോക്കി റീസൺ ചെയ്യണമെങ്കിൽ വ്യാപകമായ വലിയ തോതിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടിംഗ് പവർ വേണം, അതുപോലെ ഡേറ്റ വേണം. അതിൽ നിന്ന് അത് പഠിച്ച് എടുത്തിട്ട് വേണം, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തെടുത്തിട്ട് വേണം നിങ്ങൾക്ക് ഒരു ഉത്തരം തരാൻ. അപ്പോൾ ഇതിൽ 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് ട്രെയിനിങ്ങിൻ്റെ ഒരു ആസ്പെക്റ്റും മറ്റേത് ഇൻഫറൻസിൻ്റെ ഒരു ആസ്പെക്റ്റും ഉണ്ട്. സെർച്ച് എഞ്ചിനിലാണെങ്കിൽ നിങ്ങളിത് സംഗതി എല്ലാം കൂടെ പിറക്കി വെച്ചാൽ അവിടെ നിന്നു, അതോടെ പിന്നെ അതിനകത്ത് ക്വറി ചെയ്ത് നമുക്ക് അത്ര എടുക്കുക. അതേസമയം അങ്ങനെയല്ല, ഈ AI ടൂളുകൾ ചെയ്യുകയാണെങ്കിൽ
നമ്മൾ ഒരു കുട്ടിയൊക്കെ വളർത്തിയെടുക്കുന്നത് പോലെയാണ്. അപ്പോൾ നമ്മളൊരു കുട്ടീനെ നമ്മൾ ട്രെയിൻ ചെയ്ത് വളർത്തി ഒരു 18 വയസ്സാകുമ്പോഴാണ് പ്രായപൂർത്തിയായി പോകുന്നത്. അപ്പോൾ ആ 18 വർഷത്തെ എഫർട്ട് എന്ന് പറയുന്നത് അച്ഛൻ്റെ, അമ്മയുടെ, ഫാമിലിയുടെ, നമ്മുടെ മോൻ്റെ സൊസൈറ്റിയുടെ, സ്കൂളിൻ്റെ ഒക്കെയുള്ള വലിയൊരു ഒരു ജോയിൻ്റ് എഫർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരാൾ ഒരു പ്രായപൂർത്തിയായ ഒരു പൗരനായി മാറുന്നത്. അപ്പോൾ അങ്ങനെ പൗരനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഓൺ ഹിസ് ഓണാണ്. അവൻ്റെ പ്രവർത്തനത്തിന് അല്ല അവൻ്റെ ആക്ഷനെല്ലാം അവൻ തന്നെയാണ് ഉത്തരവാദി. അപ്പോൾ ഇത് അതിൻ്റെ ഇൻഫറൻസ് സ്റ്റേജായിട്ട് നമുക്ക് പറയാം. നമ്മൾ ഒരു ട്രെയിനിങ് സ്റ്റേജിൽ നമ്മൾ ഇതിന് ഇത്രയും ട്രെയിൻ ചെയ്യും. ഇൻഫറൻസിൻ്റെ സമയത്ത് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഈ AI മോഡലുകളെയും നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യം വലിയ തോതിൽ വലിയ ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്ന് പറഞ്ഞൊരു ഒരു സംവിധാനമാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ വലിയ തോതിൽ ഉള്ള ന്യൂറൽ നെറ്റ്വർക്കുകളെ നമ്മൾ കോൺഫിഗർ ചെയ്ത് ഒരു ബില്യൺസ് ഓഫ് ഡേറ്റ ഇൻസ്റ്റൻസസ് ഡേറ്റ വെച്ചിട്ട് ട്രെയിൻ ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പൂക്കൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം റെക്കഗ്നൈസ് ചെയ്യുന്ന ആയിരക്കണക്കിന് പൂക്കളുടെ പടങ്ങളായിരിക്കും അതിന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ മനുഷ്യൻ്റെ ട്രെയിനിങ് അത്രയും ബുദ്ധിമുട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇത് ഈ AI മോഡൽ റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ ഇൻഫറൻസാണ്. അപ്പോൾ ഇൻഫറൻസിൽ നിങ്ങൾക്ക് ഇത്രയും വേണ്ട. അപ്പോൾ അത് ഈ ട്രെയിനിങ് ഇത്രയും അവൻ്റെ ചുറ്റുമുള്ള മൊത്തം മനുഷ്യരുടെ ഇതായിരുന്നെങ്കിൽ ഇൻഫറൻസ് അവൻ്റെ സ്വന്തം കാര്യം. അപ്പോൾ പ്രോബ്ലി യു നീഡ് ലെസർ എമൗണ്ട് ഓഫ് എഫേർട്ട്, ലെസർ എമൗണ്ട് ഓഫ് പവർ ഫോർ ദാറ്റ്. അപ്പോൾ ഇത് തമ്മിൽ ഈ രണ്ട് സ്റ്റേജുകളും തമ്മിൽ ഒരു ഡെഫിനറ്റായിട്ട് പവറിൻ്റെ യൂസേജിൽ അല്ലെങ്കിൽ മൊത്തം റിസോഴ്സ് യൂസേജിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിലേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവും. CPU വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ട്രെയിനിങ് പോലെയുള്ള സംഗതികൾ നിങ്ങൾ ഒരു പാരലൽ പ്രോസസ്സിലൂടെയാണ് നടത്തേണ്ടത്. അപ്പോൾ ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു പെയിൻ്റ് അടിക്കാൻ വിളിക്കാന്നിരിക്കട്ടെ, ഒറ്റ പെയിൻറ്ററെ. അപ്പോൾ അയാൾ പെയിൻറ്റ് കലക്കി അയാൾ അടുത്ത റൗണ്ടിൽ വെള്ളമൊഴിച്ചു, ഭിത്തി ചുരണ്ടി അടിക്കും അല്ലേ. ഇപ്പം നമ്മൾ അതിന് പകരം പെയിൻറ്റ് കലക്കാൻ ഒരാളെയും അടിക്കാനായിട്ട് 4 പേരെ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ 4 പേർക്ക് പാരലായിട്ട് നമുക്ക് ഭിത്തിയിൽ പെയിൻറ്റ് അടിക്കാം. ഒരുത്തൻ കലക്കാനിരുന്നാൽ ഒരു ആൾ കലക്കാനായിട്ട് അല്ലെങ്കിൽ പെയിൻറ്റ് മിക്സ് ചെയ്യാൻ ഒരാൾ ഇരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ പാരലൈസ് ചെയ്യാൻ ഇത് വലിയ തോതിലുള്ള മെട്രിക്സ് കമ്പ്യൂട്ടേഷൻ, അതായത് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ പോലെയുള്ള ഓപ്പറേഷൻസാണ് നമ്മൾ ഈ ട്രെയിനിങ് സമയത്ത് നടത്തുന്നത്. അപ്പോൾ അത് പാരലൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ GPUകൾ ഉപയോഗിച്ച്. CPU-ൽ നമ്മൾ സാറിന് ഉപയോഗിക്കുന്ന CPU-ൽ 8 കോർ 16 കോറൊക്കെയാണ്, അല്ലെങ്കിൽ 16 എണ്ണം പാരലായിട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളൂ. ഇതങ്ങനെയല്ല. നമുക്ക് ഒരു 30,000 കോറോ അല്ലെങ്കിൽ 18,000 കോറൊക്കെയുള്ള GPUകൾ വാങ്ങിക്കണം, അല്ലെങ്കിൽ അതിനെ ക്ലസ്റ്റർ ചെയ്ത് വലിയ GPU ക്ലസ്റ്ററുകളാക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ വലിയ സാധനങ്ങൾ, വലിയ തോതിൽ കമ്പ്യൂട്ടിംഗ് പവറിൻ്റെ ഇത് വരുന്നത് അവിടെയാണ്. അപ്പോൾ ഈ GPUകൾ ഇപ്പം NVIDIAയ്ക്കാണ് കുത്തക. AMDയും Intelനൊക്കെ അത് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ NVIDIAയ്ക്കാണ് ഇപ്പോഴത്തെ നിലവിൽ എൻ്റെ കുത്തക. GPU ചെയ്യുന്നത് ഈ ട്രെയിനിങ്, ഞാൻ പറഞ്ഞില്ലേ, ഇത് ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്ന് പറഞ്ഞൊരു സംവിധാനമാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഹൈലി പാരലലാണ്. എന്നുവെച്ചാൽ നമ്മുടെ ബ്രെയിനകത്താണെങ്കിൽ മില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈലി പാരലായിട്ട് ഒരുപാട് ന്യൂറോണുകളെ നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറോണുകളെ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ട്രെയിനിങ് നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പാരലൈസ് ചെയ്യാൻ പറ്റും. ഒരു ട്രെയിനിങ് പ്രോസസ്സിൽ നിങ്ങൾ പാരലി ഈ മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ പറ്റും. ഉദാഹരണത്തിന് നമുക്ക് വലിയൊരു ഇപ്പോൾ മെട്രിക്സ് ഒക്കെ പോലെയുള്ള സാധനങ്ങൾ അറിയാവുന്നവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. നിങ്ങൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോലുള്ള സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ, റോ ഇൻറ്റു കോളമാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് റോ ഇൻറ്റു കോളം, ഒരു റോ എടുത്തിട്ട് മൾട്ടിപ്പിൾ കോളമായിട്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അത് പാരലൈസ് ചെയ്യാൻ പറ്റും. എസെൻഷ്യലി ഇത് മെട്രിക്സ് ഓപ്പറേഷൻസ് ആണ് ഇതിനകത്ത് നടത്തുന്നത്. അത് പാരലൈസ് ചെയ്യുകയാണ് GPUകൾ ചെയ്യുന്നത്. GPU ആണ് ശരിക്കും ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പാരലൈസ് ചെയ്യുന്നത് GPU ആണ്. ഇതിനകത്ത് നിങ്ങൾ ഒരേപോലത്തെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് 4 എന്ന് പറഞ്ഞൊരു സംഖ്യനെ 16ഉം 38ഉം 48ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 4 × 16, 4 × 38, 4 × 48 എന്ന് പറയുന്നത് ഇത് ഓരോന്നും ഇൻഡിപെൻഡൻ്റാണ് അല്ലേ. നിങ്ങൾ ഒരാൾ ഇരുന്നിട്ട് കാൽക്കുലേറ്റർ വെച്ച് കഴിഞ്ഞാൽ 4 × 18 ആദ്യം ചെയ്യും, 4 × 36 അടുത്തത് ചെയ്യും, ഇങ്ങനെയല്ലേ ചെയ്യുക. ഇത് GPUലാകുമ്പോഴത്തേക്കും 4 കാൽക്കുലേറ്റർ നിരത്തി വെച്ചിട്ട് നമ്മൾ ഒരു കൈ കൊണ്ട് തന്നെ 4 അടിച്ചിട്ട് ഒറ്റക്കം അടിച്ച് 4 കൂടി ഉത്തരം കിട്ടും. ഇതുപോലെയാണ് ഏകദേശം ഇതൊരു പാരലൈസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ക്രൂഡായിട്ടുള്ളൊരു എക്സാമ്പിളാണ്, പക്ഷേ ഒരു ലേമന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയാനാകുന്നത്. ഇത് GPUകളുടെ ക്ലസ്റ്റർ ആയിരിക്കും പിന്നീട് ഉപയോഗിക്കുക. ഒരെണ്ണമല്ല, ഒരു GPUവിൽ 10 to ഒരു കോറിനുകളുടെ എണ്ണം ഒരു ലിമിറ്റുണ്ട്, പരമാവധി ലിമിറ്റ് ഒരു 4096 അല്ലെങ്കിൽ 2ൻ്റെ പവേഴ്സിലാണ് വരുന്നത്.
അപ്പോൾ അത് 2:16 അങ്ങനെയുള്ള ഒരു നമ്പർ ലിമിറ്റ് ആയിരിക്കും ഒരു GPU-ൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ എണ്ണം ചെയ്യണമെങ്കിൽ ഇത് പാരൽ ചെയ്യണം. ആണ് പാരൽ ചെയ്തൊരു വലിയൊരു ഫാം പോലെയാക്കും. അത് ഒരു പല GPU-കളുടെ വലിയൊരു ഫാം ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതിന് പവർ ചെയ്യണം. അത് വേറെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ദർസ് എ ഹാർഡ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദിസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റാ സെൻറ്റർ, സ്പെസിഫിക് ഡേറ്റാ സെൻറ്റർ ആർക്കിടെക്ചറുണ്ട്. അതിലായിരിക്കും ഇത് ഇത്തരം ട്രെയിനിങ് സാധനങ്ങൾ നടത്തുക. അപ്പോൾ OpenAIയുടെയൊക്കെ ഡേറ്റാ സെൻറ്റർ ഏതാണ്ട് 30,000 സ്ക്വയർ മീറ്ററോ അങ്ങനെ എന്തെങ്കിലും വലിയൊരു ഏരിയയിൽ വലിയ പവർ എടുത്ത് 6 മാസമോ 8 മാസമോ കൊണ്ടാണ് ഇവർ നമ്മുടെ ഇപ്പോഴത്തെ GPT-4 ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് ഓപ്പറേഷൻ. നിങ്ങൾ ഗൂഗിളിൻ്റെ ഡേറ്റാ സെൻറ്റർ ആണോ OpenAIയുടെ ഡേറ്റാ സെൻറ്റർ ആണോ വലുതെന്നാണ് എനിക്ക് ചോദിക്കുന്നത്. അപ്പോൾ അത് രണ്ട് തരം സംഗതികൾ കൂടെ. ഒന്ന് CPU-കൾ അല്ലെങ്കിൽ സെർവർ ക്ലാസ് CPU-കളാണ് ഗൂഗിളൊക്കെ ഇതിന് ഉപയോഗിക്കുന്നത്. മെയിൻലി സിയോൺ എന്നൊക്കെ പറഞ്ഞുള്ള പ്രോസസ്സറുകളുടെ വലിയൊരു കളക്ഷനാണ് അവർ ഡേറ്റാ സെൻറ്ററിൽ ഉണ്ടാകുക. ഞങ്ങളുടെ ഡേറ്റാ സെൻറ്റർ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. വലിയ ഡേറ്റാ സെൻറ്റർ പോയിട്ടില്ല. ഗൂഗിളിൻ്റെ സ്ഥലങ്ങളിൽ, സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ പോലത്തെ സ്ഥലങ്ങളിൽ അങ്ങനത്തെ മെഷീൻസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ GPU-ൻ്റെ CPU-ന് പർപ്പസ് തന്നെ ഉണ്ടെന്നുണ്ട. കാരണം ഇത് GPU-കൾ പൊതുവെ മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് പാരലൈസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. മറ്റേത് നിങ്ങളുടെ ജനറൽ പർപ്പസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, ഡേറ്റാബേസ് ക്വറികൾ അല്ലെങ്കിൽ വെബ് പ്രോസസ്സിങ് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സീക്വൻഷ്യൽ ടാസ്കുകളെ വേണ്ടിയിട്ടുള്ള പ്രോസസ്സറുകളാണ് ഇതിലുള്ളത്. ഇനിയിപ്പോൾ ഗൂഗിളിൻ്റെ ഒക്കെ ഡേറ്റാ സെൻറ്ററിൽ GPU-കൾ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പ്രോബബ്ലി അത് കാണാം കേട്ടോ. അവർ പാരലൈസ് ചെയ്യാനായിട്ടുള്ള അവർ വളരെ ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രെയിൻസ് അല്ലെങ്കിൽ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മനുഷ്യർ നടത്തുന്ന ഒരു സ്ഥാനമാണ് ഗൂഗിൾ. അപ്പോൾ അതിന് ഡെഫിനറ്റായിട്ടും അവരത് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളത് യൂട്യൂബിലൊക്കെ ചില വീഡിയോകളുണ്ടെന്ന് തോന്നുന്നു എങ്ങനെയാണ് ഗൂഗിളിൻ്റെ സാധനം. പ്രോബ്ലി യു ക്യാൻ വാച്ച്. അതായത് ഈ പവറിൻ്റെ ഒക്കെ റിക്വയർമെൻറ്റ് 2 സ്റ്റെപ്പിലാണ് വരുന്നത്. ഒന്ന് ട്രെയിനിങ്ങിന് ഒരു ഹ്യൂജ് റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊരു 1 ടൈം പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഒരു സാധനത്തിന് ട്രെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പ്രോബ്ലി യു ക്യാൻ ഡിപ്ലോയ് ഇറ്റ്. പക്ഷേ ഇൻഫറൻസ് വേറൊരു തരമാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ലോക്കൽ നിങ്ങളുടെ ഒരു എൻ്റർപ്രൈസിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്താൽ അവിടെ ഇതിന് പവർ വേണേ. there also you need a small cluster of GPUs where you can infer. നിങ്ങളുടെ ഒരു റീസണബിളി ഗുഡ് മോഡൽ റൺ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഓഫീസിൽ നമുക്കൊരു V100 എന്ന് പറഞ്ഞൊരു GPU ആണുള്ളത്. NVIDIA ഒരു GPU ഉണ്ട്. അപ്പോൾ അത് ഒരു 30 ബില്യൺ പാരാമീറ്റേഴ്സൊക്കെ വളരെ കൂളായിട്ട് ഓടും. DeepSeek പോലത്തെ ഒരു സാധനത്തിന് 671 ബില്യൺ പാരാമീറ്ററാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 20-1 ഇൻഫറൻസ് എഞ്ചിനാണ്. ഞാൻ ട്രെയിനിങ് അല്ല പറയുന്നത്, ഇൻഫർ ചെയ്യാനായിട്ടുള്ള 30 ബില്യൺ പാരാമീറ്റർ വലിയ കുഴപ്പമില്ലാതെ എൻ്റെ GPU-ൽ ഓടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു DeepSeek-ൻ്റെ ഒറിജിനൽ സാധനം ഓടിക്കണമെങ്കിൽ യു നീഡ് എ ബിഗ്ഗർ മേ ബി അതിപ്പോൾ ആളുകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ ലോക്കലി ഓടിക്കുന്നത് എങ്ങനെ, അത് എഫിഷ്യൻ്റ് ആക്കുന്നത് എങ്ങനെയൊക്കെയുള്ള ആളുകൾ പലതരം കോൺഫിഗറേഷൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ട്രെയിനിങ്ങിന് ഒരു പവർ റിക്വയർമെൻ്റ് ഉണ്ട്. അത് ഭയങ്കര ഹ്യൂജാണ്. ഇനി അതുപോലെ ഇൻഫറൻസ് സ്ഥലത്ത് വേറൊരു പവർ റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര പവർ ഒരു ഹംഗ്രി ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നിലവിൽ. ഇൻഫറൻസ് ട്രെയിനിങ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ആദ്യം ഒരു കുട്ടിയുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ. ഇപ്പം നിങ്ങളൊരു ആളെ അല്ലെ പഠിപ്പിച്ച് 18 വയസ്സൊക്കെ ഒരു പൗരനാക്കി മാറ്റണമെങ്കിൽ ചില്ലറ എഫർട്ടല്ല, പേരൻസിൻ്റെ വലിയൊരു എഫർട്ടുണ്ട്. നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, സ്കൂളുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് അല്ലെങ്കിൽ ഇതിനെ അവൻ്റെ ബ്രെയിനെ മോൾഡ് ചെയ്യുക. ഈ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നതിന്, നമ്മുടെ ലാംഗ്വേജ് സംസാരിക്കുന്നതിന്, ബിഹേവ് ചെയ്യുന്നതിനൊക്കെ മോൾഡ് ചെയ്യുക. അത് വലിയൊരു എഫർട്ടല്ലേ. അതാണ് ട്രെയിനിങ് പീരീഡ്. ഇനി സെക്കൻഡ് സ്റ്റേജിൽ ഈ മനുഷ്യർ ഈ 18 വയസ്സ് തികഞ്ഞ ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ വിടും. അവനെ ഡ്രൈവ് ചെയ്യാൻ വിടും, അവനെ നീന്താൻ വിടും, അവനെ കളിക്കാൻ വിടും. ഇതെല്ലാം ചെയ്യുമ്പോൾ അവൻ ഇൻഡിപെൻഡൻ്റാണ്. അപ്പോൾ അത്രയും കാലത്തെ ട്രെയിനിങ്ങിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സാധനമാണ് ഇവൻ്റെ കൈമുതൽ. അത് വെച്ചിട്ടാണ് അവൻ ചെയ്യുക. അപ്പോൾ ഈ ട്രെയിനിങ്ങിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് മേ ബി 18 years പ്ലസ് ലോസ് ഓഫ് ഇതാണ്. പക്ഷേ ഇങ്ങനെ ട്രെയിൻ ചെയ്ത ബ്രെയിൻ കൊണ്ട് നടക്കാനായിട്ട് ഇവന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? മേ ബി ഹി ഹാസ് ടു ഈറ്റ്, മേ ബി ഹി വിൽ ഹാവ് സം സോഷ്യൽ ഇൻട്രാക്ഷൻസ്. അത് മാത്രം മതി അല്ലേ, ഇറ്റ് ക്യാൻ ഗോ. അപ്പോൾ അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇതിന് ഭയങ്കര പവർ വേണം, ഇതിന് വേണം പവർ, ബട്ട് ഇറ്റ്സ് എൻ എ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ് ആയിരിക്കും. GPU അല്ല, അതായത് നിങ്ങളുടെ ബ്രെയിനിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്കാണ്. നിങ്ങൾ കുട്ടിയുടെ എക്സാമ്പിൾ തന്നെ എടുത്തു. അവൻ്റെ ബ്രെയിനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുക അല്ലേ. നിങ്ങൾ ജനിച്ചു വീഴുന്ന അന്ന് മുതൽ മേ ബി ഒരു പ്രായപൂർത്തിയാകുന്നത് വരെ അവൻ്റെ ബ്രെയിനിന് പല ഇൻപുട്സ് കൊടുത്തിട്ട് യു ഷുഡ് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ട്രെയിൻ ചെയ്യല്ലേ ചെയ്യുന്നത്. ആ പ്രോസസ്സ് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ AI സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾ പല GPU-കളിൽ ഉപയോഗിച്ചിട്ട് വലിയൊരു പ്രോസസ്സിലൂടെയാണ് പോകുന്നത്. വലിയൊരു ട്രെയിനിങ് പ്രോസസ്സാണ്.
അപ്പോൾ അത് ആ ട്രെയിനിങ് പ്രോസസ്സ് നമ്മുടെ ഹ്യൂമൻ ട്രെയിനിങ് പ്രോസസ്സുമായിട്ട് നേരിട്ട് 1-to-1 കറസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് അൽഗോരിതമിക് ട്രെയിനിങ് ആണ്. ഞാനൊരു ഒരു ബ്രോഡ് എക്സാമ്പിൾ എന്ന നിലയാണ് അത് പറഞ്ഞത്. അപ്പോൾ അതിന് ആ ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് ഒരു വലിയ തോതിൽ GPU വേണം. അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്കൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ്. നിങ്ങൾ അങ്ങനെ വിചാരിച്ചൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, ഒരു ബ്ലാക്ക് ബോക്സ് ആണ് കിട്ടുന്നത്. ഇതിനകത്ത് ഇത് ചോദിച്ചാൽ ഇത് പുറത്ത് വരും, ഇതിനകത്ത് വേറൊന്ന് ചോദിച്ചാൽ അത് പുറത്ത് വരും, വേറൊന്ന് പുറത്ത് വരും. അങ്ങനത്തെ ഒരു ബോക്സാണ് നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ്റെ അതേ സാധനമുള്ള ആട്രിബ്യൂട്ട്സ് ഉള്ള മേ ബി സം മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനാണ് ഇത്ര സാധനങ്ങൾ ഈ എഫർട്ട് ഉള്ളത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഡീപ് സീക്ക് എന്താ ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ എക്സാമ്പിളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്ലാങ്ക് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെ ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനെ അല്ലെങ്കിൽ ഈ ഒരു കുട്ടിയെ ട്രെയിൻ ചെയ്യാനായിട്ട് നമ്മൾ 18 വർഷവും ഇത്രയും എഫർട്ട് കൊടുത്തു. അപ്പോൾ ഈ വർഷം നമുക്ക് കുറയ്ക്കുകയും ആളുകളുടെ എഫർട്ട് കുറയ്ക്കുകയും ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് കൂടുതൽ ഇത് ചെയ്യാൻ പറ്റില്ലേ. ഇവർ മാത്തമാറ്റിക്കലി ഇത് അച്ചീവ് ചെയ്യുക ചെയ്ത് ഇവർ ട്രെയിനിങ്ങിൻ്റെ മെത്തഡോളജിൻ്റെ എഫിഷ്യൻസി ഉണ്ടാക്കി. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും സ്കൂളിൽ പോയിട്ട് കൊണ്ട് പഠിപ്പിക്കുന്നതിന് പകരം പ്രോബബ്ലി യു ക്യാൻ തിങ്ക് ലൈക്ക് ദാറ്റ്. ഇത് മേഡ് സം സ്മോളർ they made some improvements so that the machine can learn quicker. Also ഇതിൻ്റെ സൈസ് ഭയങ്കര കുറഞ്ഞു. എന്ന് വെച്ചാൽ ChatGPT ഉപയോഗിക്കുന്ന OpenAIയുടെ മോഡല് 1.7 ട്രില്യൺ പാരാമീറ്റർ ആയിരുന്നു ട്രെയിൻ ചെയ്യുന്നത്. ആ ഫംഗ്ഷൻ്റെ പാരാമീറ്ററുകളാണ്. അത് 671 ബില്യൺ പാരാമീറ്ററിലേക്ക് വരിക. അതായത് ഏകദേശം ഒരു 1/3 ആയിട്ട് സൈസ് തന്നെ കുറയ്ക്കാൻ പറ്റിയവർക്ക് ഈ ട്രെയിൻഡ് മോഡലിൻ്റെ സൈസ്. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രെയിൻഡ് മോഡൽ നമുക്ക് ഡിപ്ലോയ് ചെയ്യേണ്ടേ, നമുക്ക് ഇൻഫറൻസിന് ഡിപ്ലോയ് ചെയ്യേണ്ടേ. ഒരു എൻ്റർപ്രൈസിൽ വേണമെങ്കിൽ ഇത് ഡിപ്ലോയ് ചെയ്യുന്ന അത്രയും വലിയ GPU അത്രയും പവറും വേണം അത് ഡിപ്ലോയ് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇതുപോലത്തെ സാധനം പിടിപ്പിക്കണമെങ്കിൽ അത്രയും സാധനം വേണ്ടേ. ഇവർ ഒരു 1/3 ആയിട്ട് കുറച്ച് കളയും. അപ്പോൾ അത് കുറച്ച് കളയുക മാത്രമല്ല, ഇവർ ഈ മോഡലിനെ അല്ലെങ്കിൽ ഇങ്ങനെ ട്രെയിൻ ചെയ്ത ആ സാധനത്തിനെ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോഡലേ ഫ്രീ ആയിട്ട് തോന്നും. മറ്റവരൊക്കെ ഈ ഓപ്പൺഎഐയോ ജെമിനിയോ ഇവർ ട്രെയിൻ ചെയ്ത മോഡൽ ഇവരുടെ ബിസിനസ് സീക്രട്ടിൽ വെച്ചിരിക്കുക. നമുക്കാകെ ഉള്ളത് അവനോട് ചോദിക്കാം. ഒരു ബേസിക് ടയറുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാം. അത് കഴിഞ്ഞാൽ ഇതിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് പൈസ കൊടുക്കാം. വിവിധ അങ്ങനെയല്ല ഇവർ ചെയ്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിൻ്റെ കോറിലാണ് ഇവർ സ്ട്രൈക്ക് ചെയ്തത്. ഇവർ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾക്ക് GPU ഉണ്ട്, നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, പവറുണ്ട്, ഇതാണ് ഞങ്ങളുടെ മോഡൽ, നിങ്ങൾ വീട്ടിൽ വെച്ച് ഇത് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പലതരം മോഡലുകൾ ഇറക്കി. എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ ഓടുന്നത് മുതൽ ഒരു റീസണബിളി ഗുഡ് GPUവിൽ ഓടുന്നത് വരെയുള്ള, അല്ലെങ്കിൽ അവരുടെ ബിഗർ മോഡൽ തന്നെ നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്തെടുക്കാവുന്ന ഒരു ലെവലിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അത് എൻ്റർപ്രൈസുകൾക്കും ബിസിനസ്സുകൾക്കും ഭയങ്കര ഗുണമായി. കാരണം നിങ്ങൾക്ക് ഒരു ലോക്കൽ സാധനം ഓടിക്കാൻ. ഇപ്പം നമ്മുടെ ഓഫീസിലേക്ക് ഞങ്ങൾ ലോക്കലി ഓടിച്ചു നോക്കിയത് കുറച്ചുകൂടെ സ്മോളർ പാരാമീറ്ററുള്ള അല്ലെങ്കിൽ സൈസുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ പാരാമീറ്ററുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡെഫിനറ്റ്ലി അക്യൂറസിയിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഈ 1.7 ട്രില്യൺ പാരാമീറ്ററിൻ്റെ OpenAI മോഡലും നമ്മളുടെ 671 ബില്യൺ നിയർലി സെയിം പെർഫോമൻസ് ആണ് തരുന്നത്. അപ്പോൾ ഇനി അതിനകത്ത് സൈസ് കുറഞ്ഞ മോഡലുകൾ പലതരത്തിലും ഡിസ്റ്റിൽഡ് മോഡൽ എന്നാണ് അങ്ങനെ വിളിക്കുക. ഡിജിറ്റൽ മോഡലുകൾ ധാരാളം ഇപ്പോൾ വന്നു തുടങ്ങി. അപ്പം നമുക്ക് മൊബൈലിൽ ഓടുന്ന, അപ്പോൾ ഈ ഹാഡ് റൺ ഇറ്റ് ഓൺ മൊബൈൽ ഓൾസോ. അതാണ് ഓപ്പൺ സോഴ്സിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള സാധനം കൂടെ ഓപ്പൺ അപ്പ് ചെയ്തു തന്നു, ആ അൽഗോരിതവും. പക്ഷേ ഈ രണ്ട് കൂട്ടരും ചെയ്യാത്ത ഒരു കാര്യമുണ്ട്, അത് അവർ ട്രെയിൻ ചെയ്ത ഡേറ്റ ഓപ്പൺ ചെയ്തിട്ടില്ല. അത് വേറെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ അൽഗോരിതം കറക്റ്റാണ്. അൽഗോരിതം നമുക്കറിയാം, നമുക്ക് GPUവിൻ്റെ സൈസ് കുറഞ്ഞു, ഈ ട്രെയിൻഡ് മോഡൽ തന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ ഇതിനെ ട്രെയിൻ ചെയ്തൊരു ഡേറ്റ ഉണ്ട്. അത് ഹ്യൂജ് ഡേറ്റയാണ്. അത് ഈ ഒരു കമ്പനിയും പുറത്തു വിട്ടിട്ടില്ല. അത് നമ്മൾ മറന്നു പോകരുത് ഇതിന് പുറകിൽ. അപ്പോൾ നമുക്ക് ചെയ്യണമെങ്കിൽ, ഇതുപോലെ ഒരു സാധനം വീണ്ടും ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഡേറ്റ മൊത്തം വേണം. പക്ഷേ അതിനൊരു ചെറിയൊരു ഇതും കൂടെ ഉണ്ട്. ഈ മോഡൽ പുറത്തു വിട്ട മോഡലിനെ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് റീട്രെയിൻ ചെയ്യാം. അതിനെ റീട്രെയിൻ ചെയ്യാം. അതിന് റീട്രെയിൻ ചെയ്യാനായിട്ട് നമ്മളുടെ ഡേറ്റകൾ റീട്രെയിൻ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഗുണം. എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഡേറ്റ അറിയണ്ട. പക്ഷേ നമുക്ക് അതായത് നമുക്കിങ്ങനെ കുട്ടിയെ കിട്ടിയാൽ അവനെ നമുക്ക് ഒന്നുകൂടെ ചട്ടം പഠിപ്പിച്ചിട്ട് നമ്മുടെ കമ്പനിയിൽ ചേർത്ത് അവനെ ഇവിടുത്തെ സാധനങ്ങൾ, റൂളുകളും ചട്ടങ്ങളും ഒന്നുകൂടെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഫൈൻ ട്യൂണിങ് എന്ന് വിളിക്കുക.
അപ്പോൾ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ടുള്ള വലിയ മോഡലുകൾ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഓപ്പൺ ഐയുടെയൊക്കെ ഓഫ് കോഴ്സ് മിസ്ട്രാൾ എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ മോഡലുകൾ ഉണ്ടായിരുന്നു. മിസ്ട്രാൾ അത്യാവശ്യം നല്ല മോഡലാണ്, പക്ഷേ അത് ഓപ്പൺ ആണ്. പക്ഷേ ഇതുപോലെ നല്ല ഓപ്പൺ മോഡലുകൾ, ഓപ്പൺ വെയിറ്റ് മോഡൽ എന്ന് പറയുന്നത് ചോദിക്കും. വെയിറ്റ്, ഇതിൻ്റെ പാരാമീറ്റർ വെയിറ്റുകൾ, ഓപ്പൺ വെയിറ്റ് മോഡലുകൾ ഏറ്റവും നല്ല സാധനം ഇപ്പോൾ ഇവരാണ് പുറത്തിറക്കുക. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്കിനി നമ്മുടെ ഇൻഡസ്ട്രീസിനോ നമ്മുടെ സൊസൈറ്റിക്കോ ഇത് വീണ്ടും അതിൻ്റെ പുറത്ത് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഗുണം. AI ടെക്നോളജികൾ വ്യാപകമാകുമ്പോഴത്തേക്കും ഏതൊക്കെ മേഖലകളിലാണ് ഇത് അഫക്റ്റ് ചെയ്യുകയെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മേഖലകളിലും വരിക മാത്രമല്ല, ഇത് നമ്മുടെ പൊതുവേ നമ്മുടെ ജീവിത രീതിയെ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ബിസിനസ്സുകളെ കാണുന്നത്, ജീവിതത്തെ കാണുന്നത്, നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് എങ്ങനെയാണ് കാണുന്നത്, നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ഇത് ഇടപെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഓപ്പൺ ഐ ആദ്യം ക്ലെയിം ചെയ്തത് അവർ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് അവരുടെ മോഡൽ ട്രെയിൻ ചെയ്യുന്നതാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് പ്രൈവറ്റ് ആയിട്ടുള്ള ഡേറ്റ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതേസമയം ഗൂഗിള് അല്ലെങ്കിൽ മെറ്റ ഇവർ തീർച്ചയായിട്ടും നമ്മുടെ പ്രൈവറ്റ് ഡേറ്റ ഉപയോഗിച്ചിട്ടുണ്ടാവണം. അത് നമ്മൾ പലപ്പോഴും അവരുടെ എൻഡ് യൂസ് ടേംസ് ആൻഡ് സർവീസിലൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ഞെക്കി കൊടുക്കുന്നത്, അതിൻ്റെ ഫൈൻ പ്രിൻറ്റിൽ ഇത് ഉപയോഗിക്കാനുള്ള എന്തായാലും അവരുടെ മെറ്റ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഓരോരുത്തരും ട്രെയിൻ ചെയ്തിരിക്കുന്ന ഡേറ്റ വ്യത്യാസമാണ്. ഗൂഗിളിൻ്റെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഒന്നായിരിക്കാം, മറ്റവർ ചെയ്തിരിക്കുന്ന ഒന്നായിരിക്കാം. ഇനി ഈ ഡേറ്റകളൊക്കെ നമ്മളുടെ അടുത്തു നിന്ന് ഇവർ മോഷ്ടിച്ചെടുത്ത ഡേറ്റയാണ്. ആ ഡേറ്റ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചിലവൊക്കെ അവർ തമ്മിൽ മോഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങളും ഉണ്ട്. പലപ്പോഴും ഈ മെറ്റാ പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പം അവർക്ക് ഒരു നോൺ എക്സ്ക്ലൂസീവ് റൈറ്റ് കൊടുക്കുകയാണ് ചെയ്യുക. അതിന് പുറത്ത് നമുക്ക് വി ഓൺ ദി പിക്ചർ, ബട്ട് വി ആർ ലൈസൻസിങ് ടു ദം. അവർക്ക് അവരുടെ പ്ലാറ്റ്ഫോമിൽ എവിടെ ഷെയർ ചെയ്യുന്നതിനും എവിടെ ഇത് യൂസ് ചെയ്യുന്നതിനുമുള്ള നോൺ എക്സ്ക്ലൂസീവ് ലൈസൻസാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊരു ആർട്ടിക്കിൾ എഴുതി, ഈ ആർട്ടിക്കിൾ വേറൊരാൾ ഷെയർ ചെയ്താൽ അത് കോപ്പിറൈറ്റ് വയലേഷൻ അല്ലാതാകുന്നത് ഇതിങ്ങനെ അവർ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഡേറ്റ ഇവർ ഉപയോഗിക്കുന്നത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ ഭയങ്കര ഡേറ്റ ഈസ് ഓയിൽ എന്നല്ലേ പറയുന്നത്, ഇപ്പോൾ ന്യൂ ഏജ് ഓയിൽ. അതുപോലെ തന്നെ ആണ് അത്. ഇപ്പോൾ ഓരോ രാജ്യവും അവരവരുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് ഡേറ്റ പോകാതിരിക്കാനായിട്ട് പലതരത്തിലുള്ള സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കാര്യം കൊണ്ട് തന്നെയാണ് ഡീപ്സീക്ക് നമ്മുടെ ഡേറ്റ മോഷ്ടിക്കുന്നു എന്നുള്ള ആരോപണവും വരുന്നത്. കാരണം ഡീപ്സീക്കിൻ്റെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ഒരു എഞ്ചിൻ ഓടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു AI മോഡൽ അവരുടെ വലിയൊരു ഡേറ്റാ സെൻറ്ററിൽ ഓടുന്നുണ്ടാവും. അതിലേക്കുള്ളൊരു ഇൻ്റർഫേസാണ് നമ്മൾ കാണുന്നത്. അത് ഓപ്പൺ ഐയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ChatGPT എന്ന് കാണുന്നത് ഓപ്പൺ ഐയുടെ വലിയൊരു മോഡലിലേക്ക് നമ്മൾ വെബ് വഴിയുള്ള ഇൻ്റർഫേസാണ്. ആ ഇൻ്റർഫേസിൽ കൂടെ ഇത് ചെന്ന് അവിടെ നിന്ന് റിസൾട്ട് ഉണ്ടാക്കി നമുക്ക് തിരിച്ചറിയുക ചെയ്യുക. ഈ വരുന്ന വഴിക്ക് ഇവന് ഫിൽട്ടർ ചെയ്യാം. അതായത് ഈ മോഡലിലുള്ള ഡേറ്റ മോഡലായിരിക്കില്ല ഇത് ശരിക്കും ചെയ്യുന്നത്, അതിന് പുറത്തുള്ള പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ലെയറാണ് ഇത് ചെയ്ത് തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചൈനയിൽ ദലൈലാമയെക്കുറിച്ച് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് പറയാത്തത്, അത് ചൈനീസ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് നമ്മൾ തന്നെ ചെയ്യും. ഇന്ത്യക്കാർ അത് തന്നെ ചെയ്യും. ഇന്ത്യയിലുള്ള ഒരു സാധനത്തെക്കുറിച്ച് നമ്മളിതുപോലൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ ചോദിച്ചു നോക്ക്, വിദേശത്ത് നിന്ന് ഒരുത്തൻ ചോദിച്ചു നോക്കട്ടെ, നമ്മുടെ മാപ്പ് കാണിച്ചിക്കാൻ പറയുന്ന നോക്കട്ടെ, നമ്മൾ നമ്മുടെ മാപ്പ് എടുത്തു കൊടുക്കുള്ളൂ ഇല്ലേ? അതേപോലെ തന്നെയാണ്. അപ്പോൾ അത് എനി കൺട്രി വിൽ ഡു ദാറ്റ്. പക്ഷേ ഇത് ആ മോഡലിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. മോഡൽ അവർ ട്രെയിൻ ചെയ്തത് അങ്ങനെയാണോ എന്നറിയില്ല. അങ്ങനെ ആണെങ്കിൽ പോലും നമുക്ക് റീട്രെയിൻ ചെയ്യാം. ഇപ്പോൾ അവർ ഇങ്ങനെ ബയാസ്ഡ് ഡേറ്റ വെച്ചിട്ട് ആണ് ട്രെയിൻ ചെയ്തതെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഇതുള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് റീട്രെയിൻ ചെയ്യാം. അത് ഈ ബയാസ് എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഏകദേശം നിങ്ങൾക്ക് ബയാസ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളൊരു പർട്ടിക്കുലർ ടൈപ്പ് ഡേറ്റ മാത്രം ഉപയോഗിച്ചിട്ടാണ് ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് ബയാസ്ഡ് ആയിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ബയാസ് തന്നെയാണ്. നമ്മളൊരു ഹോമോജീനിയസ് കമ്മ്യൂണിറ്റി ജീവിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെല്ലാം വേറെയാണ് എന്നൊരു തോന്നുന്നില്ലേ? അതേ കാര്യം തന്നെയാണ് ഇതിനകത്തും വരുന്നത്. നമ്മൾ ആ ഒരു ടൈപ്പ് ഡേറ്റ കൊണ്ട് ട്രെയിൻ ചെയ്തിട്ട് ഇതിങ്ങനെ കിട്ടും. പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വേറെ ഡേറ്റ കാണിച്ച് അത് റീട്രെയിൻ ചെയ്യാം. അതാണ് അതിൻ്റെ ഗുണം. ഇത് പ്രോബബിലിസ്റ്റിക് റീസണിങ് ആണ് നടത്തുന്നത്. അതായത് അതാണ് ഇതിൻ്റെ ഒരു വിഷയം. ഈ മോഡലുകളുടെയൊക്കെ ഒരു വിഷയം. എന്തുകൊണ്ടാണ് ഇത് 100% എത്താത്തത് അക്യുറേറ്റ് അല്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ അതാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ധാരണയുണ്ടല്ലേ? അപ്പോൾ എന്നാലും ഇനി അടുത്തുനിന്ന് സംസാരിക്കും. ഇപ്പം നിങ്ങൾ തന്നെ ഒരു കാര്യം പറഞ്ഞ് ഡിഗ്രസ് ചെയ്തപ്പോൾ ഞാൻ ആ കണ്ടക്സ്റ്റിലേക്ക് എൻ്റെ ബ്രെയിൻ അഡോപ്റ്റ് ചെയ്ത് അടുത്ത വരിക ചെയ്യുക അല്ലേ?
അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ മോഡലുകൾ ഇത് ചെയ്യുന്നത്. നിങ്ങളത് നോക്കിയാറിയാം, ഒരു വാക്ക് വന്നു, നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാറിയാം, ഒരു വാക്ക് വന്നു, അടുത്ത വാക്ക് വന്നു, അടുത്ത വാക്ക്, അങ്ങനെയാണ് വരിക ഓരോന്ന്. അപ്പോൾ ഇതുവരെയുള്ള കണ്ടക്സ്റ്റിൽ നിന്ന്, ഇതുവരെ അത് ഉണ്ടാക്കിയതും നമ്മൾ പറഞ്ഞു കൊടുത്ത ആ കണ്ടക്സ്റ്റിൽ നിന്ന് അടുത്തത് ഒരു പ്രോബബിലിസ്റ്റിക് ആയിട്ടാണ് വരിക. അപ്പോൾ ഇതേ കൊണ്ട് തന്നെയാണ് നിങ്ങൾ രണ്ടാമത് ഒന്നുകൂടെ ചോദിച്ചാൽ വേറൊരു തരം വരിക അല്ലേ, ആൻസർ ഇത് തന്നെ ആയിരിക്കും. ജനറലി ദ ഐഡിയ വിൽ ബി ദ സെയിം, ബട്ട് ഇറ്റ് വിൽ ബി ദി വേർഡ്സ് വിൽ ബി ഡിഫറെൻറ്റ്, മേ ബി ദി ട്രീറ്റ്മെൻറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ ഈ പ്രോബബിലിസ്റ്റിക് റീസണിങ് ആയതുകൊണ്ട് ഇതിനൊരു എറർ പോസിബിലിറ്റി ഉണ്ട്. 100% പ്രോബബിലിറ്റിയിലല്ല തരിക, ഒരു 0.1% എറർ പോസിബിലിറ്റി ഉണ്ട്. ആ എറർ നിങ്ങൾ ഒരിക്കൽ അടിച്ചു പോയാൽ, ഒരിക്കൽ ഇതിനകത്ത് നമ്മൾ എഴുതി വരുന്ന സാധനത്ത് ഒരു എറർ അടിച്ചെന്നിരിക്കല്ലേ, അത് പിന്നെ അത് കണ്ടക്സ്റ്റായിട്ട് എടുത്തിട്ട് അതിന് പുറത്ത് ബിൽഡ് ചെയ്യും. അതായത് മണ്ടത്തരത്തിൻ്റെ പുറത്ത് മണ്ടത്തരങ്ങൾ ബിൽഡ് ചെയ്ത് വലിയൊരു മണ്ടത്തരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിന്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ നമ്മളോട് ഈ ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ഈ AI മോഡൽ ഇത് കറക്റ്റ് ആണോ, ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യാനൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അത് ഈ they are also collecting some data from that also. They are trying to adapt. അപ്പോൾ അവരത് റീട്രെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് റീട്രെയിൻ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ടാവണം ഇവർ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഇതൊക്കെ വരുന്നത്. ബിസിനസ്സുകളെ അല്ലെങ്കിൽ എൻ്റർപ്രൈസുകളെ, ഗവൺമെൻറ്റിനേക്ക് ഇതെങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ടെക്നോളജികൾ എങ്ങനെയാണോ വരുന്നത്, അപ്പോൾ അതൊരു ഇപ്പോഴത്തെ നിലയൊരു കുറച്ചൊരു വേഗത അസംഷൻ, ഒരു ഇതാണ്, എക്സ്പെക്റ്റേഷനാണ് ഞാൻ പറയുക. ഇങ്ങനെ തന്നെയാണോ വരിക എന്നുള്ളത് നമുക്ക് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല വല്ലതും ടെക്നോളജി ടേണോട്. ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഇഷ്ടംപോലെ ഡേറ്റ ഉണ്ടാവും, പേഷ്യൻ്റ് ഡേറ്റാബേസ്, പേഷ്യൻറ്റുകളുടെ എക്സ്റേ അല്ലെങ്കിൽ അവരുടെ സ്കാൻ റിപ്പോർട്ടുകൾ, സാധനങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് പ്രൈവറ്റ് വേറൊരു സ്ഥലത്ത് കൊടുക്കാമെന്നൊരു വലിയൊരു വിഷയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നമുക്ക് ഇൻഫറൻസ് നടത്തണം. അപ്പോൾ നിങ്ങൾ നോക്കിയെടുത്ത് ഇൻഫറൻസാണ്, ഡോക്ടർക്ക് ഇതെല്ലാം കൊടുത്ത് ഈ സാധനങ്ങളിൽ നിന്ന് ഇൻഫറൻസ് നടത്താൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് ഇങ്ങനത്തെ സാധനങ്ങളുടെ സിഗ്നിഫിക്കൻസ്. നമുക്ക് പ്രൈവറ്റായിട്ട് ഇങ്ങനത്തെ മോഡൽസ് LLMs ഓടിക്കാം, പ്രൈവറ്റ് LLMകൾ ഓടിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഈ ഡേറ്റ, ഈ മോഡലുകൾ എടുത്തിട്ട് അതിനെ ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ ആ കണ്ടക്സ്റ്റിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പെസിഫിക് ഡൊമൈനിലേക്ക് നമുക്ക് അതിനെ റീഇൻഫോഴ്സ് ചെയ്ത് നമുക്ക് പുതിയ മോഡൽസ് ഉണ്ടാക്കാം. അപ്പോൾ അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡേറ്റ ഇൻഫറൻസുകൾ, ഡേറ്റനെ ബേസ് ചെയ്ത് ഡിസിഷൻ മേക്ക് വേണ്ട എല്ലാ സ്ഥലത്തും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതാകുന്ന ടെക്നോളജി റിട്രൈവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ നിങ്ങളുടെ ഒരു സ്പെസിഫിക് ഒരു ഡേറ്റാ സെറ്റിൽ മാത്രം ഉത്തരം പറയാം. അപ്പോൾ അത് പലപ്പോഴും പല ഗുണമുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് കിട്ടിയാൽ അത് 800 പേരും 1000 പേജും ഉണ്ടാവും. ഇതിൽ നിന്നൊരു ഒരു ഇൻഫറൻസ് നടത്തിയിട്ട് ഒരു ബേസിക് എന്തൊക്കെയാണ് എൻ്റെ സാധനം ഉണ്ടാക്കണം നമുക്ക് എളുപ്പമല്ല. ഒരു സമ്മറൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ സാധനങ്ങളിൽ നിന്നെല്ലാം കൂടെ എടുത്തിട്ടൊരു ജിസ്റ്റ് ഉണ്ടാക്കിയല്ലേ ചെയ്യണ്ടേ. അപ്പോൾ അത്തരം സംഗതികൾ പല സ്ഥലത്ത് ഗവൺമെൻറ്റിലാണ് എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുക. ഉദാഹരണത്തിന് നിങ്ങളൊരു വില്ലേജ് ഓഫീസിൽ പോയാൽ അവിടെയുള്ള രേഖകൾ ആയിരക്കണക്കിനാണ് അല്ലേ, അവിടെയുള്ള പലതരം റോളുകളുണ്ട്. ഇതൊന്നും വില്ലേജ് ഓഫീസർക്കും അറിയില്ല, നമുക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ എൻ്റെ പറമ്പ് റോഡിൽ നിന്ന് ഇത്ര മീറ്റർ അകലെയാണ്, ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു പുഴയുണ്ട്, ഇതിൻ്റെ സൈഡിൽ കൂടെ ഇന്ന സാധനങ്ങൾ, അപ്പുറത്തെ പറമ്പിൽ വലിയ ഒരു ആളുകൾ വരുന്നൊരു സ്ഥലമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എൻ്റെ പറമ്പിൽ എന്തൊക്കെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടാ ഇല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അത്തരം വല്ല ഡീറ്റെയിൽഡ് ക്വറികൾ ഇത് ആൻസർ ചെയ്യാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. നമ്മൾ കോമൺ ലാംഗ്വേജിൽ ഇത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വില്ലേജ് ഓഫീസർക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ മനസ്സിലാവാത്ത, അല്ലെങ്കിൽ അത് അവരുടെ കയ്യിലില്ലാത്ത ഡേറ്റ എടുത്ത് റിസർച്ച് നടത്തി ചെയ്യേണ്ട കാര്യം നമുക്ക് ഇൻസ്റ്റൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ വന്നിട്ടില്ല, ബട്ട് ഇറ്റ്സ് പോസിബിൾ. ഒരു പേഷ്യൻ്റ് നിങ്ങളുടെ ഒരു ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ ഇയാളുടെ പോലെ ഇതിനു മുമ്പ് പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടോ, സിമിലർ സർക്കംസ്റ്റൻസസിൽ, സിമിലർ ജീവിത രീതികളിൽ വന്ന ഏജ് ഗ്രൂപ്പിലോ ഉള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ ഇതിനു മുമ്പുണ്ടെങ്കിൽ അയാളെ ഇതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്തത് എന്ന്, ഇപ്പോഴും വന്ന പേഷ്യൻറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തതെന്ന് നമുക്ക് ഒരു കോറിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ കോറിലേഷൻസ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റിയാണ് തെളിഞ്ഞു വരുന്നത് ഇപ്പോൾ ഇതിനകത്ത്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് അത് അങ്ങനത്തെ ഇതിനകത്തേക്ക് കൊടുത്താൽ അത് ഉണ്ടാവുന്നല്ല. ഇങ്ങനത്തെ ഈ മോഡലുകളെ നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെയുള്ള യൂസ് കേസസിലേക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അത് ഭയങ്കര പലതരത്തിലായിരിക്കും അത് നമ്മൾ അഫക്റ്റ് ചെയ്യുക. നമ്മൾ വിചാരിക്കാത്ത പലതരത്തിലുള്ള യൂസ് കേസുകളും ആയിരിക്കും ഉണ്ടാകുക. അത് ട്രീറ്റ്മെൻറ്റിലാവട്ടെ, ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലാവട്ടെ, നിങ്ങളുടെ ഗവേണൻസിലാവട്ടെ,
ഈവൻ ട്രാൻസ്പോർട്ട് അങ്ങനെയുള്ള എല്ലാം പലതരമുള്ളത്. നമുക്ക് ക്രൗഡ് മൂവ്മെൻറ്റ്, അങ്ങനെ ലോട്ട് ഓഫ് തിങ്സ് വി ആർ ഡീലിങ് എവറി ഡേ. അപ്പോൾ അതിനൊക്കെ ഇത്തരം കേസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഇത് ഈ മോഡൽ നിങ്ങൾ വേറെ കാര്യം ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഈ ഒരു AI മോഡൽ നിങ്ങളിപ്പോൾ ഈ ഓപ്പൺ ഐയോട് ഡീപ്സീക്കിനോട് എന്ത് ചോദിച്ചാലും പറഞ്ഞു തരികയല്ലേ. അപ്പം നമ്മുടെ ഭൂമി ഉണ്ടായിട്ട് 4.7 ബില്യൺ മറ്റോ ഇയേഴ്സ് അല്ലേ ആയി. അതുമുതൽ ഇതുവരെ മനുഷ്യൻ കൺസോളിഡേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാത്തരം അറിവുകളുടെ ഒരു കണ്ടൻസിന് പോകുമാണ് ഇപ്പോഴത്തെ മോഡൽ അല്ലേ. അതിനോട് എന്ത് ചോദിച്ചാലും പറയല്ലേ. ഇല്ലെങ്കിൽ അതിനെ നമുക്ക് ഇല്ലാത്ത ഒരു സാധനത്തിന് അതിനകത്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുകയില്ലേ. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. ഇതൊരു ഹ്യൂജ് നോളജ് ബേസാണ്. നമ്മളെന്ന് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ ഒരു 70 വയസ്സുള്ള വർഷമൊക്കെ 74 വയസ്സൊക്കെയാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ. അപ്പം നമുക്കത് അക്വയർ ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. അത് ജനറേഷൻസായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ അക്വയർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് പല രീതിയിലാണ് നമുക്ക് പറഞ്ഞു തരാം. നമുക്ക് മക്കൾക്കായിട്ടായിരിക്കും, അടുത്ത സ്റ്റുഡൻസിനായിരിക്കും പകർന്നു പോവുക. അപ്പോൾ ഇത് അറ്റ് വൺ പോയിന്റ് എവറിത്തിങ് ഈസ് കണ്ടൻസ്ഡ് ഇൻ ടു സൂപ്പർ ഹ്യൂമൻ തിങ്. ഇതിൽ എല്ലാ സാധനങ്ങളും കണ്ടൻസ് ചെയ്ത് നമ്മുടെ കയ്യിലായി, അത് ഓരോരുത്തരുടെയും കയ്യിലായി. അപ്പോൾ അത് ഒരു ചെറിയ ഡിസ്റപ്ഷൻ അല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ജീവിതത്തിലും ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മനുഷ്യൻ്റെ ജോലി പോകും, ഓരോ ടെക്നോളജി വരുമ്പോൾ മനുഷ്യൻ്റെ ജോലി കൊണ്ടുപോകും എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പലതരത്തിലാണ് ഈ സയൻറ്റിഫിക് പ്രോഗ്രസ് ഉണ്ടായിട്ടുള്ളത്. മേ ബി ഒരു 12,000 വർഷം വരെ നമ്മൾ കൃഷി തുടങ്ങിയതല്ലേ. അപ്പോൾ ഈ കൃഷി തുടങ്ങിയപ്പോൾ മനുഷ്യൻ കൃഷി എല്ലാം അതുവരെ നമ്മളത് നടന്ന് സാധനം, അപ്പോൾ ആ സാധനത്തിൻ്റെ ടൂൾസും ആ സാധനത്തിൻ്റെ സാധനങ്ങളെല്ലാം അവിടുന്ന് പോയില്ലേ. പണ്ട് മുതലേ മനുഷ്യൻ ജീവിച്ചു വന്ന സമയത്ത് നമുക്ക് ആദ്യമുണ്ടായത് മറ്റേ നിങ്ങൾ ആയുധങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ സാധനങ്ങൾ ചെയ്ത് അയൺ ഏജ് ഉണ്ടായി. അതിനുശേഷം പലതരത്തിൽ ഉള്ള ശിലായുഗത്തിൽ നിന്നാണ് നമ്മൾ അയൺ ഏജിലേക്ക് വന്നത് അല്ലേ. നമ്മൾ ഈ മനുഷ്യൻ്റെ പുരോഗതിയുടെ ചാർട്ട് നോക്കിയാൽ ശിലായുഗത്തിൽ നിന്ന് നമ്മൾ അയൺ ഏജിലേക്ക് വന്നു. അവിടെ നിന്ന് നമ്മൾ പല രീതിയിൽ പുരോഗമിച്ചു അല്ലേ. ഈ ഓരോ സമയത്തും നമ്മൾ പഴയ സാധനം ഡിസ്കാർഡ് ചെയ്താണ് വന്നത് അല്ലേ. ശിലായുഗത്തിലുണ്ടായിരുന്ന ടൂൾസോ അല്ലെങ്കിൽ കല്ലിൻ്റെ ടൂൾസോ ഒന്നുമല്ല അയൺ ഏജിൽ ഉപയോഗിക്കുന്നത്. അയൺ ഏജിലുണ്ടായിരുന്ന ടൂൾസ് അല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ട്രാൻസിഷൻ പീരീഡിലും ഡെഫിനറ്റ്ലി അന്നത്തെ ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്ന് വെച്ചാൽ മാസീവ് സ്കെയിലിൽ പോകുന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമ്മുടെ മനുഷ്യരുടെ എണ്ണം ഈ നമ്മുടെ പ്ലാനറ്റിൽ പഴയത് വെച്ച് നോക്കുമ്പോൾ വളരെ മാസീവായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മാസീവ് രീതിയിൽ ഈ ട്രാൻസിഷൻ നമ്മൾ ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ എക്സ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ തൊഴിൽ നഷ്ടം ഉണ്ടാകാം. പക്ഷേ മനുഷ്യൻ്റെ ഹ്യൂമൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഇത് അഡാപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ ടൈപ്പ് റൈറ്ററിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് വന്നപ്പോൾ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ. ലോകം മുഴുവൻ ടൈപ്പ് റൈറ്റർമാർ എല്ലാം കമ്പ്യൂട്ടറായി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെയല്ല, എനിക്ക് തോന്നുന്നു ടെക്നോളജി തന്നെ ഇതുപോലെയുള്ള ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യത്തെ ഒരു 1970s വാക്യൂം ട്യൂബുകളായിരുന്നു എല്ലാ സാധനവും, എല്ലാ TV-കളും എല്ലാം വാക്യൂം ട്യൂബ് സാധനങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം ട്രാൻസിസ്റ്ററൈസ്ഡായി, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് വന്നു. ഇപ്പം വേറെ എന്തൊക്കെയോ സാധനങ്ങളുടെ ഒരു ഇതിലേക്ക് മാറിയില്ലേ അത്. അപ്പോൾ ഓരോ സമയത്തും ഈ ട്രാൻസിഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ട്രാൻസിഷൻസ് എവിടെ ഉണ്ടോ അവിടെ ഒരു ലോസും ഉണ്ട്, ഒരു ഗെയിനും ഉണ്ട്. അപ്പോൾ ഈ കേസിൽ ഉള്ള വിഷയം ഇത് മാസീവാണെന്നുള്ളതാണ്. എല്ലാത്തരം നമ്മൾ സമസ്ത മേഖലകളിലും ഇത് ചെന്ന് ഇത് ചെയ്യുമ്പോൾ മാസീവായിട്ട് ഉള്ള ട്രാൻസിഷന് നമ്മൾ തയ്യാറെടുക്കണം. അപ്പോൾ അത് പുതിയ ജനറേഷനുള്ള പുതിയ ജോലി സാധ്യതകൾ വരും. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് ഈ ടെക്നോളജിയുടെ ഒരു ബിഗിനിങ് അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് വരുന്തോറും പലതരത്തിലുള്ള ഡിസപ്ഷൻസ് ഉണ്ടായി. എസ്പെഷ്യലി എൻട്രി ലെവൽ ജോബുകളിലായിരിക്കും ഇത് പലപ്പോഴും ഒരു എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. മാനുവൽ ലേബർ അത്ര വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ റോബോട്ടിക് സാധനങ്ങളൊക്കെ വരുന്നെങ്കിൽ പോലും അതിന് ഒക്കെ ഇപ്പോഴും ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അതൊരു നമ്മളൊരു പരിധിക്കപ്പുറം അത് എത്ര കാലം കൊണ്ട് വരും എന്ന് നമുക്ക് പറയാനാവില്ല. പക്ഷേ ഇറ്റ്സ് പ്രോഗ്രസിങ് വെരി ഫാസ്റ്റ്. ഈ ഓട്ടോണമസ് കാറുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഒരു മെയിൻ സ്ട്രീം റോഡിലേക്ക് ഓടിക്കാനായിട്ടുള്ള ലെവലിലെത്താൻ ഇനിയും കുറേയധികം കാലം എടുക്കും. അപ്പോൾ അത് ഈ ഒരു ജനറൽ AI വരണം, ജനറൽ ഇൻ്റലിജൻസിലേക്ക് വരണം നമ്മൾ. അപ്പോൾ അത് അടുത്തല്ല എന്നാണ് തോന്നുന്നത്. നമ്മളുടെ ട്രെയിനിങ് ഭയങ്കര കിടിലമാണ്. നിങ്ങൾ ഓരോരുത്തരും സ്വയം കൂടി ട്രെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ് ബുക്ക് വായിച്ചിട്ടും നമ്മുടെ എക്സ്പീരിയൻഷ്യൽ ഒരു കമ്പോണൻ്റ് ഉണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ല നിങ്ങളുടെ എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്രിയേറ്റിവിറ്റി പോലുള്ള സാധനങ്ങളിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. നിങ്ങൾ ഒരേപോലെയുള്ള 100 മെഷീൻ ഉണ്ടാക്കി വെച്ചു,
അപ്പോൾ ഇതെല്ലാം ഒരേ എക്സ്പീരിയൻസ്, ഒരേ സാധനങ്ങളായിരിക്കും. അതേസമയം 100 മനുഷ്യരാണെങ്കിൽ 100 തരത്തിലുള്ള പെർസെപ്ഷനും 100 തരത്തിലുള്ള, അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പവർ തന്നെ അതാണ്. അപ്പോൾ ആ ഹൈലി ക്രിയേറ്റീവായിട്ടുള്ള ഉള്ള ഒരു ഓർഗനാണ് നമ്മുടെ ബ്രെയിനല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആ എക്സ്പീരിയൻസിനെ എളുപ്പത്തിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ജനറൽ പർപ്പസ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് എളുപ്പത്തിൽ ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയവും. കാരണം നമുക്ക് മനുഷ്യൻ്റെ എക്സ്പീരിയൻസിലേ, മനുഷ്യന് ആ എക്സ്പീരിയൻസ് നൽകുന്നത് നമ്മുടെ പല സെൻസസ് ചേർന്നിട്ടാണ്. നിങ്ങൾക്ക് വിഷനുണ്ട്, സ്മെല്ലുണ്ട്, കാഴ്ചയുണ്ട്, അതുപോലെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നിങ്ങളുടെ ബ്രെയിൻ ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ മോഡലുകളെല്ലാം ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് ട്രെയിൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പരിധിവരെ ഇമേജുകളെ ഉണ്ട് അപ്പോൾ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് മനുഷ്യൻ്റെ ബ്രെയിനിന് പകരമാകാനായിട്ട് ഇനി സമയമെടുക്കും. അപ്പോൾ അത് എങ്ങനെ തിരിയും എന്ന് നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. പക്ഷേ ഈ നമ്മുടെ മനുഷ്യരുടെ ഒരു 90% ഫങ്ഷൻ ഈ 2 സാധനം കൊണ്ടാണ് നടക്കുന്നത്. നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും അതാണ് നമ്മുടെ ഒരു മെയിൻ ഒരു റേസ് എന്ന നിലയിൽ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഭാഷയും ഒരു തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ, അതായത് ഒരു ഹെർഡായിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ മറ്റ് സാധനങ്ങളെല്ലാം അടിച്ചൊതുക്കി മുകളിലേക്ക് വന്നത്. അപ്പോൾ അതിലാണ് ഈ അറ്റാക്ക് വന്നിരിക്കുന്നത്, എഐയുടെ അറ്റാക്ക്. അത് നമ്മുടെ ഒരു കോർ പ്രോപ്പർട്ടിയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിനെ ഇത് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ എങ്ങനെ തിരിയും എന്ന് നമുക്ക് പറയാനാവില്ല. ജനറൽ ഇൻ്റലിജൻസ് പിന്നെ നിങ്ങളെ പോലുള്ളൊരു റോബോട്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വാട്ട് ഈസ് പർപ്പസ്? ഈ റേസിൻ്റെ പർപ്പസ് തന്നെ തീർന്നു പോകില്ലേ? അത് വരാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പരിധിവരെ ഇവർ മനുഷ്യന് അപകടമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് ടേസ്റ്റ്, ടേക്ക് ടേസ്റ്റ്. ഇപ്പോൾ ഞാനൊരു മാങ്ങ കഴിക്കുന്നത്, നിങ്ങളൊരു മാങ്ങ കഴിക്കുന്നത്, എന്താണ് ടേസ്റ്റ് നമുക്ക് ഒന്നാണെന്ന് അറിയാം. പക്ഷെ അത് തന്നെയാണോ എനിക്കുണ്ടാകുന്നത്, എൻ്റെ ബ്രെയിനിലുണ്ടാകുന്ന ഫീലും നിങ്ങളുടെ ബ്രെയിനിലുണ്ടാകുന്ന ഫീലും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ജനറൽ ഇൻ്റലിജൻസിൽ റിപ്രൊഡക്ഷൻ ഇറ്റ്സ് എ ഹ്യൂജ് പ്രോസസ്സ് അല്ലേ. ഇത് ഒരു ചിപ്പ് മാനുഫാക്ചർ ചെയ്ത് ഉണ്ടാക്കുന്ന റിപ്രൊഡക്ഷൻ അല്ല മനുഷ്യൻ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ. അത് വേറെ തരമാണ്. അത് എത്ര ബില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് എവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സാധനത്തിന് നമുക്ക് ഒരു ദിവസം റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ജനിച്ചപ്പോൾ ഞാനൊരു 22 വയസ്സായപ്പോഴാണ് ഫ്രിഡ്ജ് കാണുന്നത്. 22-23 വയസ്സാകുമ്പോഴാണ് ഫ്രിഡ്ജ് വെച്ചൊരു സാധനം കഴിക്കാമെന്നല്ലെങ്കിൽ പണ്ട് ഐസ്ക്രീംകാരൻ വന്നിട്ടാണ് നമ്മളൊരു തണുത്ത സാധനം കഴിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര കോമണാണ്. എൻ്റെ മക്കൾക്കോ എൻ്റെ മക്കളുടെ ഗ്രാൻഡ് ചിൽഡ്രനോ ഫ്രിഡ്ജ് ഇല്ലാത്തൊരു ജീവിക്കാൻ പറ്റത്തില്ല. ഇതേ കാര്യം തന്നെയാണ് നമുക്ക് ഈ സ്റ്റോണേജിലും അല്ലെങ്കിൽ മറ്റേ ശിലായുഗത്തിലും മറ്റേ സാധനം ഉണ്ടായത്. അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിരുന്ന ഒരാൾ പെട്ടെന്ന് പുതിയൊരു സാധനം വന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യും. ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ മനുഷ്യർ അഡാപ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത്. കാരണം എങ്ങനെ പോയാലും ഇനി നമുക്ക് തിരിച്ചൊരു പോക്കില്ല. ഈ അടുത്ത തലമുറ എല്ലാം ഈ സാധനത്തിലായിരിക്കും ജനിക്കുന്നത്. ഇത് ഞാൻ ഇവിടെ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോഴത്തേക്കും പഴയ ഒരു ഫോണ്, ഈ ഫോൺ കൊണ്ട് അവർ അതിലൂടെ നമ്മുടെ മൊട്ടറോളയുടെ മറ്റേ ഇതൊക്കെയുള്ള ഒരു ആൻറ്റനൊക്കെ ഉള്ളൊരു ഫോൺ ഉണ്ടെങ്കിൽ ഇത് കാണിച്ചിട്ട് ദാറ്റ്സ് സോ റീസെൻറ്റ് അല്ലേ. ഐ തിങ്ക് ഇറ്റ് വാസ് ഹിയർ ഇൻ 2004 ഓർ സോ. എൻ്റെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുമായിട്ട് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ പീപ്പിൾ ആർ വണ്ടറിങ് വൈ ദിസ് ആൻറ്റന. അതിനൊരു ആൻറ്റന ഉള്ള ടൈപ്പ് ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള അടുത്ത ജനറേഷൻ വരുമ്പോഴത്തേക്ക് എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ നിന്നായിരിക്കും മൂവ് ചെയ്യുക. മനുഷ്യൻ്റെ ഒരു വലിയ പ്രത്യേകത അത്. മനുഷ്യന് ഒരു ജനറേഷനിൻ്റെ അക്വയർ ചെയ്ത നോളജില്ലേ, അവിടെ നിന്നാണ് അടുത്ത മക്കൾ തുടങ്ങുന്നത്, നമ്മുടെ അടുത്ത ജനറേഷൻ തുടങ്ങുന്നത്. ഇപ്പോൾ അത് നിങ്ങൾ ഡോക്ടർമാരുടെ മക്കൾ സക്സസ്ഫുൾ ഡോക്ടർമാരാകുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. ആ ജനറേഷൻ്റെ നോളജില്ലേ അത് അസിമുലേറ്റ് ചെയ്ത് ഇവനെങ്ങനെയോ ചെയ്യുന്നുണ്ട്. 18 വയസ്സാകുമ്പോൾ തന്നെ അവർക്ക് വേണ്ട ഒരു ബേസിക് ക്വാളിറ്റീസ് ഉണ്ടല്ലോ. അതായത് എപ്പോഴും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയില്ല. നമ്മളുടെ ഒരു പ്രീവിയസ് ജനറേഷനിൽ പിഗി ബാക്ക് ചെയ്തിട്ടാണ് അടുത്ത ജനറേഷൻ മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണോ കൊടുക്കുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത്, അതിൻ്റെ പുറത്താണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഒരു പ്രൊഫസർ എന്ന നിലയിൽ എനിക്കിത് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ വളരെ കാലമെടുത്ത് ബുദ്ധിമുട്ടി ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും, ചില അറിവ് പോലുള്ള സാധനങ്ങളുണ്ടാകും. ഇത് നമ്മുടെ സ്റ്റുഡൻസ് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഡീഫോൾട്ടഡ് അവിടെ ഉണ്ട്, അതിന് പുറത്താണ് അവർ വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ അത് അങ്ങനെ അതാണ് അടുത്ത ജനറേഷനിൽ ഇത് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ ഇതിൻ്റെ പുറത്താണ് ജീവിക്കുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്. പഴയതിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പ്രശ്നവുമില്ല. പഴയത് നിങ്ങൾ പണ്ട് ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ മറ്റേ ഐസ്ക്രീം ടിങ് ടിങ് അടിച്ചാടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിരിക്കും ഇല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോൺ ഏജിൽ അവരെന്തായിരിക്കും ധരിച്ചിട്ടുണ്ടാകുക? അവർ ഈ സ്റ്റോൺ ടൂൾസാണ് ഏറ്റവും ഇതേപോലെ സാധനം എന്ന് പറഞ്ഞാൽ. ഇതേപോലെ തന്നെ കാനൺസ് കണ്ടുപിടിച്ചില്ലേ? കാനൺസ് ഉണ്ടാക്കിയ കാനണായിരുന്നു ഏറ്റവും വലിയ വെപ്പൺ ഇല്ലേ. ആ സമയത്ത് മറ്റേ വലിയ സാമ്രാജ്യങ്ങളെയൊക്കെ തകർത്ത് കളഞ്ഞത് ഈ കാനൺസാണ്. അത് കഴിഞ്ഞിട്ട് വേറെ സാധനം വന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾ ഒരു നമ്മുടെ ഒരു 1800 അല്ലെങ്കിൽ 1600 ഒരാളെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഈ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ദേ കനോട്ട് ബിലീവ് അല്ലേ. അവരുടെ സമയത്ത് നമുക്ക് കൺസീവ് ചെയ്യുന്നതിന് അപ്പുറത്തായിരുന്നിരിക്കണം ഈ സാധനങ്ങൾ അല്ലേ. അപ്പം നമുക്ക് കൺസീവ് ചെയ്യാവുന്നൊരു ഫോർസിയബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് മേ ബി 20 years 30 years. നമ്മൾ മേ ബി എനിക്ക് പ്രോബ്ലി ഐ വിൽ ലീവ് ഫോർ അനദർ 15 years. അതാണ് എക്സ്പെക്റ്റൻസി. അത് എക്സ്പെക്റ്റഡ് വാല്യൂ എന്നാണ് അതിനെ പറയുക. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്നാണ് പറയുക. അപ്പോൾ അത് 70 വയസ്സ് മറ്റുമാണ് ഇന്ത്യക്കാർ. 74 അല്ലേ. ഈ 75-നുള്ളിൽ എന്ത് സംഭവിക്കും എന്ന് അന്നേ നമുക്കൊരു അത്ര ഫ്യൂച്ചറുള്ളൂ. അപ്പോൾ പ്രോബ്ലി യു ആർ യങ്ങർ, മേ ബി യു ക്യാൻ പ്രൊസീഡ് ഫോർ അനദർ 50 years. അപ്പോൾ അതിനപ്പുറത്തോട്ട് 3 തലമുറ മുമ്പ് അല്ലെങ്കിൽ 4 തലമുറ ആരാണെന്ന് നമുക്കെന്നെ അറിയില്ല അല്ലേ. നമ്മുടെ ഇപ്പോൾ ഈയിടയ്ക്ക് ആരോ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ വാസ്കോഡി ഗാമയ്ക്കും നമുക്കും ഇടയിൽ 1,00,000 പേരുണ്ടെന്ന് മറ്റോ അല്ലേ. അത്രയും അടുത്ത് നമ്മുടെ പേരൻസും ഗ്രാൻഡ് പേരൻസുമായിട്ടുണ്ട്. അപ്പം സോ ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. ഇതൊരു ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റമാണ് ഇതിൻ്റെ മിനിയേച്ചർ സാധനങ്ങൾ പ്രകൃതിയിലുണ്ട്. ഉറുമ്പുകൾ, നായ്ക്കൾ, ഇതെല്ലാം അവരുടെ ഒരു ലൈഫാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ ഇനി അങ്ങോട്ട് എങ്ങനെ പോവുകയെന്ന്. അപ്പോൾ പക്ഷേ മനുഷ്യനൊരു ഇൻട്രസ്റ്റിംഗ് ജീവി ആയതുകൊണ്ട് നമ്മൾ ഇൻവെൻറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, പുതിയ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ കൺക്ലൂഷൻ എവിടെ എന്ന് അറിഞ്ഞുകൂടാ.